ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫേസ് പാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ബ്ലീച്ച് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖം ബ്ലീച്ച് ചെയ്യാറുണ്ടോ? അപ്പോൾ അത് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തരം ബ്ലീച്ചാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത് വലിയ നല്ലതൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ ഒറ്റ പ്രാവശ്യമേ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ബ്ലീച്ചൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കെമിക്കലൊന്നും ഇല്ലാത്ത വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്ലീച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് ഇത് സഹായിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറഞ്ഞ 2-3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസയും കൊടുത്തിട്ട് ബ്ലീച്ച് ചെയ്യുന്നതിനേക്കാളും അടിപൊളി സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ബ്ലീച്ച് ചെയ്തെടുക്കുക. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുളിയാണ്. പുളി എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ പുളി എന്ന് പറയുന്നത്. പുളി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല കട്ടിക്കുള്ള പുളിവെള്ളം നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ടിയിലുള്ള 1-2 ടീസ്പൂണ് പുളിവെള്ളം എടുക്കുക. ഇതാണ് നമ്മുടെ ബ്ലീച്ചിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കടലമാവ് എന്ന് പറയുന്നത്. അതും 1 ടേബിൾ സ്പൂണോളം കടലമാവ് നമുക്കതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് തേനാണ് കേട്ടോ. തേന് 1 ടീസ്പൂണോളം തേന് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷനെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഈ 3 സാധനം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഫേസ് പാക്കല്ല, ഫേസ് ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കെമിക്കൽ അടങ്ങിയ ബ്ലീച്ച് തേച്ചിട്ട് നമ്മൾ സ്കിന്ന് കേടാക്കുന്നതിൽ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ബ്ലീച്ച്. ഇത് നിങ്ങൾ ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ആദ്യം ഒന്ന് കൈകളിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് മുഖത്തേക്ക് ഇത് തേക്കാം. ഞാനിത് കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് പുളി ആയതുകൊണ്ട് ഇതെല്ലാം എടുത്ത് മുഖത്ത് തേക്കാൻ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ജസ്റ്റ് ഒന്ന് കൈകളിൽ ആദ്യം ഒന്ന് തേച്ച് നോക്കിയിട്ടൊന്ന് റിസൾട്ട് നോക്കുക നിങ്ങൾ. അതായത് നിങ്ങൾ ഒരു കയ്യിൽ അപ്ലൈ ചെയ്യുക, മറ്റേ കയ്യിൽ അപ്ലൈ ചെയ്യാണ്ട് നിൽക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. എന്നിട്ട് നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഫേസിൽ വെച്ചിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് വെക്കണം കേട്ടോ. 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളിത് കഴുകിക്കളയുക. ആ ഒരു സമയത്ത് നിങ്ങളെ മുഖം ശരിക്ക് എന്താ പറയുക, നല്ല തിളങ്ങുന്ന ഒരു കണ്ണാടി പോലെ തിളങ്ങുന്നൊരു മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാന് മാറാൻ നല്ല സഹായിക്കും. അപ്പോൾ ഇത് 1 പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു സ്കിൻ വൈറ്റനിങ് ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കൊണ്ട് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.